ദൈവവിശ്വാസികൾ പലരും എത്ര രൂപ വേണമെങ്കിലും അനുഗ്രഹം വാങ്ങാനായി നൽകും. അതിന്റെ പേരിൽ പല തട്ടിപ്പുകളും നമ്മുടെ നാട്ടിലടക്കം നടക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകാർ ചെയ്യുന്നത് ആളുകളെ പറഞ്ഞു പറ്റിച്ച് എങ്ങനെയെങ്കിലും പൈസ കൈക്കലാക്കുക എന്നതാണ്. ദൈവത്തിന്റെ കാര്യമായതിനാൽ 100% പരിഹാരം ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം തട്ടിപ്പുകൾക്ക് വലിയ ശിക്ഷയില്ല എന്നുള്ളതും കള്ളന്മാരെ കൂടുതൽ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം ഉടായ്പകൾ കൊണ്ട് അമേരിക്കയിലെങ്ങാനും ചെന്നാൽ അവനെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? പൊളിച്ചടുക്കി കയ്യിൽ വെച്ചു കൊടുക്കും, മാത്രമല്ല ശിക്ഷയും നൽകും. അവരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് ഒരു 1.5 ശിക്ഷ ആവുമല്ലോ. അങ്ങനെ ഒരു കഥയാണിത്. $1.6 മില്യൺ നഷ്ടപരിഹാരം നൽകുന്നതിനാണ് കോടതി വിധിച്ചത്. എന്താ അല്ലേ? ദൈവം നൽകിയ അമാനുഷിക കഴിവുകൾ ഉപയോഗിച്ച് കുടുംബത്തിനുണ്ടായിരിക്കുന്ന ശാപം ഒഴിവാക്കി തരാമെന്ന് പ്രലോഭിപ്പിച്ച് 10,000-കണക്കിന് ഡോളറും സ്വർണ്ണാഭരണങ്ങളും തട്ടിച്ചെടുത്ത ഫ്ലോറിഡയിൽ നിന്നുള്ള ജാക്വലിൻ മില്ലറെ ഫ്ലോറിഡ വെസ്റ്റ് പാം ബീച്ച് ഫെഡറൽ കോടതി 40 മാസത്തെ തടവിനും $1.6 മില്യൺ നഷ്ടപരിഹാരം നൽകുന്നതിനും വിധിച്ചു. കഴിഞ്ഞ വാരമാണ് കേസിന്റെ വിധി പ്രഖ്യാപിച്ചത്. ഹൂസ്റ്റണിലുള്ള 27 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുകയും ഡിപ്രഷന് വിധേയയാവുകയും ചെയ്തതോടെ സ്പിരിച്വൽ കൗൺസിലറെ തേടുന്നതിനിടയിലാണ് ജാക്വലിൻ മില്ലറെ കണ്ടുമുട്ടിയത്. ഹൂസ്റ്റണിലുള്ള ഈ വിദ്യാർത്ഥിനിയുമായി ഇവർ സന്ദേശങ്ങൾ കൈമാറുകയും തനിക്ക് ദൈവം നൽകിയ പ്രത്യേക അനുഗ്രഹമാണ് ശാപം മാറ്റുന്നതിനുള്ള അനുഗ്രഹമെന്ന് വിദ്യാർത്ഥിനിയെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. മാത്രമല്ല, വീട്ടിൽ ഇവരുടെ മാതാവ് കൊല്ലപ്പെട്ടത് ശാപം മൂലമാണെന്നും ജാക്വലിൻ മില്ലർ പറഞ്ഞു. സൗത്ത് അമേരിക്കയിലുള്ള ഒരു അശുദ്ധാത്മാവ് നിങ്ങളുടെ മാതാവിനെ ശപിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കി. 2008 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ പരസ്പരം പലപ്പോഴും കണ്ടുമുട്ടുകയും ഈ വിദ്യാർത്ഥിനിയിൽ നിന്നും $5,50,000 മുതൽ $1.5 മില്യൺ ഇവർ തട്ടിയെടുക്കുകയും ചെയ്തതായാണ് കോടതി രേഖകളിൽ കാണുന്നത്. അവസാനമായി ഫ്ലോറിഡയിൽ ജാക്വലിനെ സന്ദർശിച്ചപ്പോഴാണ് ശാപമുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വ്യാജമാണെന്ന് ജാക്വലിൻ സമ്മതിച്ചത്. തുടർന്ന് ഇവർ പോലീസിൽ പരാതിപ്പെടുകയും FBI അന്വേഷണം നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജാക്വലിനെതിരെ കേസെടുക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.